ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിൽ ജീവനക്കാരെ കത്തിമുനയിൽ നിർത്തി ലക്ഷങ്ങളുമായി മോഷ്ടാവ് കടന്നിട്ട് നേരത്തോട് നേരമായി 24 മണിക്കൂർ പിന്നിട്ടു. കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലുമൊക്കെ അരിച്ചുപെറുക്കിയിട്ടും പ്രതി ഇപ്പോഴും കാണാമറയത്താണ്. എങ്ങനെയായിരുന്നു കവർച്ച? പ്രതിക്ക് എങ്ങനെ രക്ഷപ്പെടാനായി? നോക്കാം. സമയം ഉച്ചകഴിഞ്ഞ് 2:15. ചാലക്കുടി ഭാഗത്തു നിന്ന് സ്കൂട്ടറിൽ ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിലേക്ക് മോഷ്ടാവെത്തുന്നു. ഹെൽമറ്റും മുഖംമൂടിയും ധരിച്ചിരുന്നതിനാൽ മുഖം വ്യക്തമല്ല. സ്കൂട്ടർ പാർക്ക് ചെയ്ത ശേഷം തോളിൽ ബാഗുമായി ബാങ്കിനുള്ളിലേക്ക്. ഉച്ചഭക്ഷണ ഇടവേളയായിരുന്നതിനാൽ മിക്ക കൗണ്ടറുകളിലും ആളുണ്ടായിരുന്നില്ല. പുറത്തുണ്ടായിരുന്നത് മാനേജരും അറ്റൻഡറും മാത്രം. സമയം 2:16. ആദ്യം എത്തുന്നത് ക്യാഷ് കൗണ്ടറിലേക്ക്. പോക്കറ്റിൽ കരുതിയിരുന്ന കത്തിയെടുത്ത മാനേജർക്കും അറ്റൻഡർക്കും നേരെ വീശുന്നു. പിന്നാലെ ക്യാഷ് കൗണ്ടറിന്റെ താക്കോൽ നൽകാൻ ആവശ്യപ്പെടുന്നു. ഹിന്ദിയിലായിരുന്നു സംസാരം. ഇതിനു പിന്നാലെ ഇരുവരെയും ഭക്ഷണമുറിയിലാക്കി പൂട്ടി. 2:18. കസേര കൊണ്ട് ക്യാഷ് കൗണ്ടറിന്റെ വാതിൽ തകർക്കുന്നു. പിന്നെ വേഗത്തിൽ നോട്ടുകെട്ടുകൾ ബാഗിലാക്കി. 15 ലക്ഷത്തിലേറെ വരുന്ന 3 കെട്ടുകളാണ് കവർന്നത്. മോഷ്ടാവ് ബാങ്കിനുള്ളിൽ ചെലവഴിച്ചത് 3 മിനിറ്റ് മാത്രം. നോട്ടുകെട്ടുകളടങ്ങിയ ബാഗുമായി പുറത്തെത്തിയ മോഷ്ടാവ് സ്കൂട്ടറിൽ കയറി തൃശൂർ ഭാഗത്തേക്ക് പോകുന്നു. എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ദേശീയപാതയിലൂടെ എത്തിയ മോഷ്ടാവ് ഇടവഴിയിലൂടെ രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് CCTVയിലുള്ളത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത്. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിൽ കവർച്ച നടത്തിയ പ്രതിക്കായി വ്യാപക തിരച്ചിൽ നടത്തുകയാണ് അന്വേഷണ സംഘം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പ്രതിക്കായി അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 25-അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം. ജെയ്സൺ ചാമോളപ്പിൽ, ഗുഡ് ഈവനിംഗ്. ഇന്നലെ ഈ സമയമൊക്കെ ആ മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങളടക്കം കൊടുത്തുകൊണ്ട് നമ്മളടക്കം കരുതിയത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇയാൾ പിടിയിലാകും, കൊച്ചിക്കപ്പുറം പോകാൻ കഴിയില്ല എന്നാണ്. എന്നാൽ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണോ അന്വേഷണ സംഘം? ഗുഡ് ഈവനിങ് സുജയ. നാം ഈ വാർത്ത അവതരിപ്പിക്കുന്ന ഈ സെക്കൻഡിൽ പോലും പോലീസിന് ഈ പ്രതിയെ സംബന്ധിച്ച യാതൊരു ധാരണയും വ്യക്തമായ ധാരണയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് പോലീസ് പറയുന്ന നിരവധി കാരണങ്ങളുണ്ട്. ഒരു സംഘടിതമായ ഒരു കവർച്ചയായിരുന്നില്ല എന്നത് തന്നെയാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു കവർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ തെളിവ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇതിൽ ഒരാൾ മാത്രമാണ് ഈ കവർച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. അതും ഒട്ടും അത്രയൊക്കെ സാങ്കേതിക പ്രൊഫഷണലായിട്ടുള്ളൊരു വ്യക്തിയല്ല എന്നതാണ് പ്രധാനമായും പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്തുക എന്നത് അല്പം ശ്രമകരമായ കാര്യമാണ്. എങ്കിൽ പോലും ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 25-അംഗ ഉന്നത പോലീസ് സംഘമാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. വളരെ വിചിത്രമായ ഒരു കവർച്ചയായിരുന്നു നാം ഇന്നലെ കണ്ടത്. 3 മിനിറ്റിനുള്ളിൽ നടന്ന വളരെ നാടകീയമായ ഒരു സംഭവങ്ങൾ. അതിൽ ഏറ്റവും രസകരമായ കാര്യം SP തന്നെ ഇന്നലെ വ്യക്തമാക്കിയത് കരിക്കത്തി കൊണ്ടാണ് 2 ദൃഢഗാത്രരായ 2 ജീവനക്കാരെ ആ കത്തി മുന്നിൽ നിർത്തിയത് എന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഗ്ലാസ് തകർത്തുകൊണ്ട് അകത്തേക്ക് കയറി പണവുമായി 47 ലക്ഷം രൂപയിൽ വെറും 15 ലക്ഷം രൂപ മാത്രം എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു കവർച്ചക്കാരനെ കുറിച്ച് പോലീസിന് പല സംശയങ്ങളുമുണ്ട്. ആ സംശയങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ബാങ്കുമായി അകന്നോ അടുത്തോ ഒരു ബന്ധം ഈ കവർച്ച നടത്തിയ വ്യക്തിക്ക് ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പോലീസ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, കഴിഞ്ഞ ഏകദേശം 2 ആഴ്ചകളിലായി നടന്ന ഇടപാടുകൾ, ഈ ബാങ്കിലെത്തിയ ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട നിരവധി ദൃശ്യങ്ങളെല്ലാം പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവനക്കാരിൽ നിന്നും നിരവധി മൊഴികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ ഈ ഒറ്റയാൻ കവർച്ചക്കാരിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ പോലീസിന് ഇപ്പോഴുമുണ്ട്. അത്തരത്തിലുള്ള ശ്രമം തുടരുക തന്നെയാണ്. പക്ഷേ നിലവിൽ കാര്യമായ യാതൊരു തെളിവുകളും ലഭിക്കാതെ പോലീസിലെ വിവിധ ഗ്രൂപ്പുകളിലായി അന്വേഷണ സംഘങ്ങൾ വിവിധ ജില്ലകളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. സുജയ. ഓക്കെ, ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. 25-അംഗ സംഘം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എവിടേക്കാണ് ഒരു സ്കൂട്ടറിൽ ഒരു ബാക്ക് പാക്കും ഇട്ട് വന്ന് നിഷ്പ്രയാസം 15 ലക്ഷവും എടുത്തുപോയ ആ കള്ളൻ പോയത്, ആ കവർച്ചക്കാരൻ, ആ കൊള്ളക്കാരൻ പോയതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരിച്ചെത്താം.